ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അതാണ് ടോപ്പിക്. സോ അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ് us start. Module 1 Discrete Probability Distribution. First of all, ഒരു റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം. അപ്പോൾ ഒരു റാൻഡം എന്ന് പറഞ്ഞ ടേമിന്റെ മീനിങ് എന്താ? ഇറ്റ് ഈസ് അൺസർട്ടൺ. അൺസർട്ടൺ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കിപ്പോൾ പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പോൾ അൺസർട്ടൺ ആണ്. സോ ആൻ എക്സ്പെരിമെന്റ് ദാറ്റ് ക്യാൻ റിസൾട്ട് ഇൻ ഡിഫറെന്റ് ഔട്ട്കംസ് ഈവൻ ദോ ഇറ്റ് ഈസ് റിപ്പീറ്റഡ് അണ്ടർ ഐഡന്റിക്കൽ കണ്ടീഷൻസ്. അതായത് ഇപ്പോൾ നമ്മളൊരു എന്തെങ്കിലും ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സ്പെരിമെന്റ് സെയിം കണ്ടീഷൻസിലായിരിക്കും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നമുക്ക് കിട്ടുന്നത് ഡിഫറെന്റ് ഔട്ട്കംസ് ആയിരിക്കും. ഔട്ട്കംസ് എന്ന് പറയുന്നത് എന്താ? റിസൾട്ട് ഓഫ് ദാറ്റ് എക്സ്പെരിമെന്റ്. ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടോസിങ് എ കോയിൻ അല്ലെ. അപ്പോൾ നമുക്കറിയാം ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഹെഡ് അല്ലെങ്കിൽ ടെയിൽ ആണ് കിട്ടുക. ത്രോയിങ് എ ഡൈ, ഒരു ഡൈയുടെ ഫേസിൽ നമുക്ക് 6 നമ്പേഴ്സ്, അതായത് 1 to 6 വരെയുള്ള നമ്പേഴ്സ് അല്ലെങ്കിൽ ഫേസസ് ഉണ്ട് അല്ലെ. അപ്പോൾ നമുക്ക് ഓരോ തവണയും ഇപ്പോൾ ഡൈ എന്ന് പറയുന്നത് സെയിം കണ്ടീഷൻ ഐഡന്റിക്കൽ കണ്ടീഷൻസിൽ നമ്മൾ ത്രോ ചെയ്യുമ്പോഴും ഓരോ തവണയും നമുക്ക് റിസൾട്ട് കിട്ടുന്നത് എന്തായിരിക്കും? നമുക്ക് ഒരിക്കലും അത് പ്രെഡിക്റ്റ് ഇത് തന്നെയായിരിക്കും ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് ഇസ് അൺസർട്ടൺ, അല്ലെങ്കിൽ നമുക്കത് റാൻഡം ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അതായത് ഓരോ തവണ അത് കണ്ടക്ട് ചെയ്യുമ്പോൾ ഡിഫറെന്റ് ഔട്ട്കംസ് ആയിരിക്കും വരിക. ഇനി അതിന്റെ ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ ആയിട്ട് ഇൻ ടോസിങ് എ കോയിൻ പോസിബിൾ ഔട്ട്കംസ് എന്തൊക്കെയാണ് വരിക? ഇത് ഹെഡ് ഓർ ടെയിൽ അല്ലെ. അതേപോലെ ഒരു ഡൈ എറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഡൈ എന്ന് പറയുന്നത് നമ്മൾ ഒരെണ്ണം പറയുന്നതാണ്, സിംഗുലർ ഫോമിലാണ് ഡൈ എന്ന് പറയുന്നത്. സപ്പോസ് മോർ ദാൻ 1 ഡൈ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡൈസ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. സോ പോസിബിൾ ഔട്ട്കംസ് ഏതൊക്കെയാണ് വരിക? അതായത് ഒരു ഡൈ എറിയുമ്പോൾ നമുക്ക് ഔട്ട്കംസ് ഏതൊക്കെയാണ് പോസിബിൾ ആയിട്ട് വരിക? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 2 3 4 5 6. അപ്പോൾ 1 മുതൽ 6 വരെ ഏത് ഔട്ട്കം വേണമെങ്കിലും വരാം. നെക്സ്റ്റ് നമ്മൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ആണ്. അതായത് ഇപ്പോൾ റാൻഡം എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേംസ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എന്താ? ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ സപ്പോസ് ഒരു ത്രോയിങ് ഡൈയുടെ കേസിൽ 1 to 6 വരെയാണ് നമുക്ക് ഔട്ട്കംസ് വരിക എന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ ഇതിപ്പോൾ സെറ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലേ. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ ഈ 1 2 3 എക്സെട്ര അപ് ടു 6 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? എല്ലാം പോസിബിൾ ഔട്ട്കംസും ഇതിൽ വന്നു അല്ലെ. ഇതിനെ തന്നെയാണ് ഈ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അതായത് ദ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ്. ക്ലിയർ ആയല്ലോ? ഒരു റാൻഡം എക്സ്പെരിമെന്റ് എല്ലാം പോസിബിൾ ആയിട്ട് വരാവുന്ന ഔട്ട്പുട്ട്സ് അല്ലെങ്കിൽ ഔട്ട്കംസിന്റെ സെറ്റിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അതായത് ക്യാപിറ്റൽ S ആണ് ഡിനോട്ട് ചെയ്യുക. നെക്സ്റ്റ് സാമ്പിൾ പോയിന്റ്. സാമ്പിൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ എലമെന്റ്സ് ഓഫ് S. ഇപ്പൊ നമ്മൾ സാമ്പിൾ സ്പേസ് പറഞ്ഞില്ലേ, ഇപ്പൊ ഈ സാമ്പിൾ സ്പേസിലെ എലമെന്റ്സ് ആണ് 1 2 3 ഓരോ എലമെന്റ്സും അല്ലെ. സോ 1 മുതൽ 6 വരെയാണ് എലമെന്റ്സ്. അപ്പോൾ ഓരോ എലമെന്റ്സിനെയാണ് നമ്മൾ സാമ്പിൾ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, എലമെന്റ്സ് ഓഫ് എസിനെയാണ് നമ്മൾ സാമ്പിൾ പോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിസ്ക്രീറ്റ് സാമ്പിൾ സ്പേസ്. ഒരു സാമ്പിൾ സ്പേസിനെ എപ്പോഴാണ് നമ്മൾ ഡിസ്ക്രീറ്റ് എന്ന് പറയാം? ഇഫ് എസ് കൺസിസ്റ്റ് ഓഫ് ഫൈനൈറ്റ് ഓർ കൗണ്ടബിളി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു എലമെന്റ്സ് ആണ് സാമ്പിൾ പോയിന്റ്സ് എന്ന് പറഞ്ഞു അല്ലെ. ഈ സാമ്പിൾ പോയിന്റ്സ് കൗണ്ടബിൾ ആയിരിക്കണം, ഒന്നെങ്കിൽ ഫൈനൈറ്റ് ആയിരിക്കണം. ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. ഇനി കൗണ്ടബിൾ ഇൻഫിനിറ്റ് പറഞ്ഞാൽ എന്താ? ഒരുപാടുണ്ട്, ബട്ട് കൗണ്ടബിൾ ആണ്, ഒരു ലിമിറ്റ് വരെ അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ ആ ഒരു സാമ്പിൾ സ്പേസിനെ നമ്മൾ എന്താ പറയാ? ഡിസ്ക്രീറ്റ് സാമ്പിൾ സ്പേസ് എന്നാണ് മെൻഷൻ ചെയ്യുക. നെക്സ്റ്റ് റാൻഡം വേരിയബിൾ എന്താന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ദാറ്റ് അസോസിയേറ്റ്സ് എ റിയൽ നമ്പർ വിത്ത് ഈച്ച് എലമെന്റ് ഇൻ S. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു സാമ്പിൾ സ്പേസിന്റെ കേസ് അല്ലെ. അപ്പൊ സാമ്പിൾ സ്പേസിൽ എല്ലാം പോസിബിൾ ഔട്ട്കംസിന്റെ സെറ്റ് ആണ്. അപ്പൊ ഇതുപോലെ ഓരോ എലമെന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റിയൽ നമ്പർ ആയിട്ടുള്ള ഒരു അസോസിയേഷൻ. അപ്പൊ അതാണ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ദാറ്റ് അസോസിയേറ്റ്സ് എ റിയൽ നമ്പർ വിത്ത് ഈച്ച് എലമെന്റ് ഇൻ S. അതായത് എസിലെ ഓരോ എലമെന്റിനും ഒരു റിയൽ നമ്പർ ആയിട്ടുള്ള ഒരു അസോസിയേഷൻ. അത് ആ ഒരു ഫംഗ്ഷനാണ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മൾ അതിനെ ക്യാപിറ്റൽ X എന്നൊക്കെ ഡിനോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എക്സാമ്പിൾ, കൺസിഡർ ദ എക്സ്പെരിമെന്റ് E കൺസിസ്റ്റിംഗ് ഓഫ് ടോസിംഗ് ഓഫ് 2 ഡൈസ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഡൈസ് എന്ന് പറയാൻ കാരണം മോർ ദാൻ 1 ഉള്ളപ്പോഴാണ് DICE എന്ന ടേം യൂസ് ചെയ്യുന്നത്. ആൻഡ് S be the sample space. അപ്പോൾ നമ്മൾ 2 ഡൈസ് ആണ് എറിയുന്നത്. ക്ലിയർ ആയില്ല? സോ 2 ഡൈസ് എന്ന് പറയുമ്പോൾ എന്താ? ഇപ്പോൾ ഒരെണ്ണത്തിൽ ഒരു അതായത് ഫസ്റ്റ് ഡൈസിൽ ഒരു ഔട്ട്കം, പിന്നെ സെക്കൻഡ് ഡൈസിൽ ഒരു ഔട്ട്കം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പെയർ ആയിട്ടാണ് ഔട്ട്കംസ് വരിക, ശരിയല്ലേ? ഇപ്പോൾ 1,1 1,2 എക്സെട്ര 1,6 2,1 എക്സെട്ര 6,6 ഇത്രയും പോസിബിൾ ഔട്ട്കംസ് ഉണ്ടാവും അല്ലെ. അതായത് ഇതാണ് സാമ്പിൾ സ്പേസ്. ഇനി
let x denote, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ റാൻഡം വേരിയബിൾ ഇവിടെ നമ്മൾ x ആയിട്ടാണ് എടുക്കുന്നത്. let x denote the sum of numbers on the two dice. ഇപ്പോൾ രണ്ട് ഡൈസ് എറിഞ്ഞല്ലോ, അപ്പോൾ അതിന്റെ ഔട്ട്കംസിന്റെ സം, ആ രണ്ട് ഔട്ട്കംസിന്റെ സം അതിനെയാണ് x ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ വാല്യൂസ് വരിക? അപ്പോൾ നമുക്ക് ഇവിടെ സാമ്പിൾ സ്പേസ് നോക്കി അറിയാം. 1 + 1 എന്താ 2, 1 + 2 3, 1 + 6 7, ഇത് എക്സെട്ര ആണ് കേട്ടോ, ഇതിന്റെ ഇടയിൽ വാല്യൂസ് ഉണ്ട്. അതുപോലെ ലാസ്റ്റ് 6 + 6 എത്ര വരിക? 12. സോ 2 3 4 12 വരെ ഉണ്ട് എക്സെട്ര, ഇത്രയും വരെ വാല്യൂസ് കിട്ടും അല്ലെ, കാരണം സം ആണ് വേണ്ടത്. ഇനി ഹിയർ ഇഫ് ദ റാൻഡം വേരിയബിൾ എക്സ് ടേക്സ് ഓൺലി എ ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് or countably infinite, then it is said to be a discrete random variable. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ എക്സിന്റെ എന്തായാലും കൗണ്ടബിൾ ആണ്, കാരണം നമുക്കറിയാം 2 3 4 എക്സെട്ര അപ് ടു 12 വരെ എക്സിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കറിയാം അവിടെ കൗണ്ടബിൾ ആയിട്ടുള്ള വാല്യൂസ് ഉണ്ടാവുള്ളൂ, ശരിയല്ലേ? അപ്പോൾ എക്സിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആയിട്ട് പറയാൻ പറ്റും. ക്ലിയർ ആയല്ലോ? സോ ഇതിന്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. If two fair dice are tossed and x is the sum of number of the faces, find the following events. ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, രണ്ട് ഡൈസ് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിൾ സ്പേസ് എന്താണ്, എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിൾ എന്താണെന്നെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സ്റ്റിൽ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടി നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, a is equal to set x equal to 4. സോ റാൻഡം വേരിയബിൾ എക്സ് ആണ്, അത് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സം ഓഫ് നമ്പർ ഓഫ് ഫേസസ് ആണ്. ഈ ഫേസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 1 മുതൽ 6 വരെയുള്ള ഓരോ ഫേസസ് ഇല്ലേ ആ ഡൈസിന്റെ, അതാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ 1 to 6 വരെയുള്ള ആ ഫേസസ് അതാണ് ഉദ്ദേശിക്കുന്നത്. സോ a equal to x equal to 4 എന്ന് പറയുന്ന സെറ്റ് ആണ്. സോ ദാറ്റ് മീൻസ് എക്സ് എന്ന് പറയുന്നത് സം ഓഫ് നമ്പർ ഓഫ് ഫേസസ് ആണ്, അത് 4 ആയിട്ട് കിട്ടണം. അപ്പൊ ഏതൊക്കെ പോസിബിൾ ഇവിടെ ഇപ്പൊ എലമെന്റ്സ് വരിക സെറ്റില്? 1, 3, കാരണം 1 + 3 എന്താ 4 ആണ്. 2, 2, 2 + 2 4 ആണ്. 3, 1, അതായത് 3 + 1 4 അല്ലെ. ഇവിടെ ഇപ്പൊ 1, 3 എടുത്തിട്ടുണ്ട്. സോ 3, 1 നമ്മൾ കൺസിഡർ ചെയ്യണം, കാരണം ഇപ്പൊ ഫസ്റ്റ് ഡൈയില് 3, സെക്കൻഡ് ഡൈയില് 1, അല്ലെങ്കിൽ നേരെ തിരിച്ചും വരാമല്ലോ. സോ ആ രണ്ട് കേസസും കൺസിഡർ ചെയ്യണം. പിന്നെ 2, 2 എന്ന് പറയുന്നത് രണ്ടിലും സെയിം വാല്യൂ തന്നെ വരുന്നതുകൊണ്ട് ഓപ്പോസിറ്റ് കേസ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ഈ 3 എലമെന്റ്സ് ആണ് വരിക. അപ്പൊ a equal to എന്താ വാല്യൂ വരിക? x equal to 4 എന്ന് പറയുമ്പോൾ 1, 3, 2, 2, 3, 1. Next, b is equal to set 4.5 less than x less than 7. അതിന്റെ മീനിങ് എന്താ? എക്സിന്റെ വാല്യൂ, അതായത് സം ഷുഡ് ബി ബിറ്റ്വീൻ 4.5 and 7. പിന്നെ അത് മാത്രമല്ല 4.5ഉം 7ഉം നോട്ട് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അതായത് എക്സ് നോട്ട് ഈക്വൽ ടു പിന്നെ എക്സ് നോട്ട് ഈക്വൽ ടു 7ഉം 4.5ഉം. ക്ലിയർ ആയല്ലോ? കാരണം എക്സ് ഈ 4.5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 7 ആണ് തന്നിട്ടുള്ളത്, ലെസ് ദാൻ ഈക്വൽ ടു തന്നിട്ടില്ല, അതുകൊണ്ടാണ് അത് നോട്ട് ഇൻക്ലൂസീവ് എന്ന് പറയാൻ കാരണം. അപ്പൊ അത് മാത്രം ശ്രദ്ധിക്കുക അങ്ങനത്തെ ഒരു കണ്ടീഷൻസ് തരുമ്പോൾ. സോ ഇവിടെ നമ്മൾ എക്സിന്റെ വാല്യൂ 4.5 7ന്റെ ഇടയിൽ, അതായത് സം ഷുഡ് ബി ബിറ്റ്വീൻ 4.5 and 7. ഈ 4.5 നമുക്ക് കിട്ടില്ല അല്ലെ, അപ്പൊ നമുക്ക് 5ഉം 7ന്റെ ഇടയിലുള്ള വാല്യൂസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. സോ 5 എന്ന് പറയുമ്പോൾ 1 4ഉം പിന്നെ 4 1, ദെൻ 2 3 3 2 വരും. ഓക്കെ, പിന്നെ ബാക്കി നമുക്ക് 6ന്റെ കേസ് വരുന്നത് 1 5 പിന്നെ 5 1 4 2 2 4 3 3. ഓക്കെ, ഇത്രയും എലമെന്റ്സ് ആണ് ഈ സാമ്പിൾ സ്പേസ് വരിക. സോ ബി എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് കിട്ടിയത് ഇത്രയും എലമെന്റ്സിന്റെ സെറ്റ്. ലാസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് c equal to x greater than 10 ആണ് പറഞ്ഞിരിക്കുന്നത്. സോ സം ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 10. അപ്പൊ അത് ഏതൊക്കെ കേസസ് വരിക? 5, 6, അതായത് 6 + 5 11 ആണ്. അതേപോലെ 6, 5ഉം വരും 11. നെക്സ്റ്റ് 6 + 6 12. അപ്പൊ ഈ 3 എലമെന്റ്സ് ആണ് വരിക. അപ്പൊ അതാണ് സെറ്റ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് പ്രോബബിലിറ്റി ഫംഗ്ഷൻ എന്താന്ന് നോക്കാം. A random variable assumes a value for each and every outcome of the experiment with a probability p of x equal to x. അല്ലെങ്കിൽ അപ്പോൾ അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് f of x അല്ലെങ്കിൽ p of x ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പ്രോബബിലിറ്റി എന്ന് പറയുന്ന ടേം തന്നെ എന്താണ്? പ്രോബബിൾ, അതായത് ചാൻസസ് ഓഫ് ഒക്കറിംഗ് ദാറ്റ് പെർട്ടിക്കുലർ ഇവന്റ് എന്നാണ് നമ്മൾ ബേസിക്കലി പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ സപ്പോസ് നമുക്കൊരു ഹെഡ് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ പ്രോബിലിറ്റി, സപ്പോസ് ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ പ്രോബബിലിറ്റി ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. സോ a random variable assumes a value for each and every outcome of the experiment. അപ്പോൾ നമ്മൾ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ റാൻഡം വേരിയബിൾ എന്താണ് അതെല്ലാം ഡിസ്കസ് ചെയ്തു. സോ ഈ റാൻഡം വേരിയബിൾ ശരിക്കും എന്താ?
അത് ശരിക്കും ഒരു വാല്യൂ ആണ് അസ്യൂം ചെയ്യണം അല്ലെ. അതായത് ഓരോ ഔട്ട്കം എക്സ്പെരിമെന്റ് ഓരോ ഔട്ട്കമിനും ഒരു കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും, പ്രോബബിലിറ്റി ഉണ്ടാവും. ശരിയല്ലേ? ഇപ്പോൾ ഒരു ഹെഡ് ഓക്കർ ചെയ്യണമെങ്കിൽ അത് ബേസ്ഡ് ഓൺ ഒരു പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആണ്. സോ അതാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത്. സോ പി ഓഫ് എക്സ് എന്നും ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്മോൾ എഫ് ഓഫ് എക്സ് എന്നും ഡിനോട്ട് ചെയ്യാം. ദാറ്റ് ഈസ് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. ഇപ്പൊ ഇതിന്റെ മീനിങ് എന്താ? ഈ ക്യാപിറ്റൽ എക്സ് റാൻഡം വേരിയബിൾ ആണ്, അതൊരു പെർട്ടിക്കുലർ വാല്യൂ ആയിട്ട് അസ്യൂം ചെയ്യണം അല്ലെ. ഒരു പെർട്ടിക്കുലർ ഔട്ട്കമിൽ ഒരു വാല്യൂ അസ്യൂം ചെയ്യും. അപ്പൊ അതാണ് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയാൻ കാരണം ഇതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഫംഗ്ഷൻ പി ഓഫ് എക്സ് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? ദിസ് ഇസ് നോൺ ആസ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആൻഡ് ദിസ് ഫംഗ്ഷൻ ഇസ് സെഡ് ടു ബി എ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓർ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ if the following conditions are satisfied. So just simple ആയിട്ട് നമ്മൾ എന്താണ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞു അല്ലെ. ഒരു റാൻഡം വേരിയബിൾ ഒരു പെർട്ടിക്കുലർ വാല്യൂ അസ്യൂം ചെയ്യും. അത് എപ്പോൾ ഓരോ ഔട്ട്കമിനും നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന എക്സ്പെരിമെന്റിന്റെ ഓരോ ഔട്ട്കമിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ റാൻഡം വേരിയബിൾ ക്യാപിറ്റൽ എക്സിൽ ഒരു പെർട്ടിക്കുലർ വാല്യൂ അസ്യൂം ചെയ്യും. അതാണ് ഈ സ്മോൾ എക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്രോബബിലിറ്റി ഫംഗ്ഷൻ പ്രോബബിലിറ്റി മാസ് ഓർ ഡെൻസിറ്റി ഫംഗ്ഷൻ ആവണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്തായിരിക്കണം? ഈ പ്രോബബിലിറ്റി ഫംഗ്ഷന്റെ വാല്യൂ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അത് മാത്രമല്ല സമ്മേഷൻ ഓഫ് എഫ് ഓഫ് എക്സ്, അതായത് സിഗ്മ എഫ് ഓഫ് എക്സ് ഷുഡ് ബി 1. ക്ലിയർ ആയല്ലോ? സിഗ്മ എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എല്ലാ പ്രോബബിലിറ്റി ഫംഗ്ഷൻസിനും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കണം? 1 ആയിരിക്കണം. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ ആ പറയുന്ന പി ഓഫ് എക്സ് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സിനെ നമുക്ക് എന്തായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും? പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓർ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. ഓക്കെ. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓർ ക്യുമുലേറ്റീവ് ഫംഗ്ഷൻ. ഈ ഓരോ ടേംസും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് പ്രോബ്ലംസിൽ ഇതേപോലെ ഓരോ ടേംസും കണ്ടുപിടിക്കണമെങ്കിൽ കൺഫ്യൂസ്ഡ് ആവാതെ മാക്സിമം നന്നായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ. The distribution function f of x നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ f of x ആണ്. For a probability mass function small f of x ഇപ്പൊ നമ്മൾ ഡിഫൈൻ ചെയ്തല്ലോ. സ്മോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡെൻസിറ്റി ഫംഗ്ഷൻ. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? പ്രോബബിലിറ്റി നമ്മളെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഈ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന് പറയുന്ന വേറൊരു പേരാണ് ക്യുമുലേറ്റീവ് ഫംഗ്ഷൻ. കേട്ടോ? ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്നും പറയാം. വെറും ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാലും ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാലും ഉദ്ദേശിക്കുന്നത് ഈ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണ്. അതെന്ന് പറയുന്നത് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ്. അതായത് ഇറ്റ് ക്യാൻ ബി റിട്ടേൺ ആസ് സിഗ്മ ഓവർ എക്സ് എഫ് ഓഫ് എക്സ്. ക്ലിയർ ആയല്ലോ? സമ്മേഷൻ ഓവർ എക്സ് സ്മോൾ എഫ് ഓഫ് എക്സ്. സ്മോൾ എഫ് ഓഫ് എക്സ് ഓൾറെഡി അറിയാം, പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആണ്. ഇനി ഇതിന്റെ ജസ്റ്റ് ബേസിക് 3 പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇപ്പൊ എവിടെയെങ്കിലും അപ്ലൈ ചെയ്യേണ്ടി വന്നാൽ ഇത് യൂസ് ചെയ്യുക ഈ പ്രോപ്പർട്ടീസ്. ക്യാപിറ്റൽ എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി അതായത് ക്യുമുലേറ്റീവ് ഫംഗ്ഷൻ ഓഫ് മൈനസ് ഇൻഫിനിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ക്യാപിറ്റൽ എഫ് ഓഫ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. നെക്സ്റ്റ് വൺ പി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറയുന്നത് പി ഓഫ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? എ മുതൽ ബി വരെയുള്ള ക്യാപിറ്റൽ എക്സ് റാൻഡം വേരിയബിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആയിരിക്കും. അതായത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആ വാല്യൂ അറ്റ് ബി മൈനസ് അറ്റ് എ ആയിരിക്കും. ഇനി മീൻ ആൻഡ് വേരിയൻസ് ഓഫ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്താണ് ഡിസ്കസ് ചെയ്തു. അതിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന 2 പാരാമീറ്റേഴ്സ് ആണ് മീൻ ആൻഡ് വേരിയൻസ്. ആദ്യം നമുക്ക് മീൻ എന്താന്ന് നോക്കാം. അപ്പൊ നമുക്കറിയാം മീൻ എന്ന് പറയുന്നത് നമുക്ക് ആവറേജ് എപ്പോഴും കോമൺ ആയിട്ട് പറയുന്ന ടേം ആണ്. പിന്നെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. സോ ലെറ്റ് എക്സ് ബി എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ദാറ്റ് ടേക്സ് വാല്യൂസ് x1 x2 etc up to xn with probabilities f of x1 f of x2 etc up to f of xn. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ക്യാപിറ്റൽ എക്സ് സ്മോൾ എക്സിന്റെ വാല്യൂസ് കൺസിഡർ ചെയ്യും. അതിന്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി ഫംഗ്ഷൻസ് ഉണ്ടാവും അല്ലെ. ഇപ്പൊ x1 ആണ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു x1 ആകുമ്പോൾ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് x1. ഓക്കെ. ഇതാണ് ഇതിന്റെ മീനിങ്. അതുപോലെ കറസ്പോണ്ടിങ് ആയിട്ട് x ഈക്വൽ ടു x2 ആകുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് x2 ആൻഡ് ഇറ്റ് ഗോസ് ഓൺ. അങ്ങനെയാണെങ്കിൽ മീൻ ഓർ എക്സ്പെക്ടേഷൻ ഓഫ് x എന്ന് പറയുന്നത് എന്താ? E of x equal to E of x എന്നാണ് ഡിഫൈൻ ചെയ്യുക. മീൻ ഓർ എക്സ്പെക്ടേഷൻ ഓഫ് x is E of x equal to sigma over x comma f of x.
എന്താ പറയാ, സമ്മേഷൻ ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. അതായത് എക്സും എഫ് ഓഫ് എക്സും കറസ്പോണ്ടിങ് എക്സ് എഫ് ഓഫ് എക്സ് ഉണ്ടല്ലോ, പ്രോബിലിറ്റീസും പിന്നെ നമ്മൾ കറസ്പോണ്ടിങ് എക്സ് വാല്യൂസും, ഇത് രണ്ടും പ്രോഡക്റ്റ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ സം, അതാണ് മെയിൻ വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ വേരിയൻസ് വി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ, ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ഓക്കെ, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ലെറ്റ് എക്സ് ബി എ റാൻഡം വേരിയബിൾ ഹാവിംഗ് വാല്യൂസ്, എക്സിന്റെ വാല്യൂസ് വന്നിട്ട് 1 മുതൽ 7 വരെ തന്നിട്ടുണ്ട്. അതിന്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി വാല്യൂസ് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് വന്നത് കെ മുതൽ 7 കെ സ്ക്വയർ പ്ലസ് കെ, അതായത് 1ന് കറസ്പോണ്ടിങ് കെ, 2ന് കറസ്പോണ്ടിങ് 2k എക്സെട്ര അപ് ടു 7ന് കറസ്പോണ്ടിങ് 7 കെ സ്ക്വയർ പ്ലസ് കെ. ഇനി നമുക്ക് അതിന്റെ സബ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളത് ഫൈൻഡ് കെ. സെക്കൻഡ് വൺ ഫൈൻഡ് പി ഓഫ് 0 less than x less than 5, then find p of x greater than 5. ഇനി ജസ്റ്റ് ഒരു കാര്യം കൂടി തന്നിട്ടുള്ളത്, if f of x denote pdf of pmf. ഈ pdf or pmf എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ. അപ്പോൾ f of x എന്ന് പറയുന്നത് pdf അല്ലെങ്കിൽ pmf ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ k വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ k കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഈ pdf or pmfന്റെ കേസിൽ നമ്മൾ ഇതേപോലെ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. സിഗ്മ എഫ് ഓഫ് എക്സ് എന്താണ്, 1 ആണ്. അപ്പൊ ആ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഇവിടെ കെയുടെ വാല്യൂ ആദ്യം കണ്ടുപിടിക്കാം. അപ്പൊ സിഗ്മ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, തന്നിരിക്കുന്ന സെക്കൻഡ് റോയില് അത് ജസ്റ്റ് ആഡ് ചെയ്യാം, എന്നിട്ട് ഈക്വൽ ടു 1 എന്ന് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് എഫ് ഓഫ് എക്സിന്റെ റോ ഇല്ലേ, കെ 2k 2k 3k k സ്ക്വയർ 2k സ്ക്വയർ 7k സ്ക്വയർ പ്ലസ് കെ, ഈ എല്ലാ ടേംസും കൂടി ആഡ് ചെയ്തിട്ട് ഈക്വൽ ടു 1 കൊടുക്കുക. കാരണം എന്താ, നമുക്ക് ഓൾറെഡി എഫ് ഓഫ് എക്സ് വന്നത് pdf or pmf ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ pdf or pmfന്റെ പ്രോപ്പർട്ടി എന്താണ്, സിഗ്മ എഫ് ഓഫ് എക്സ് 1 ആയിരിക്കും. ക്ലിയർ ആയല്ലോ. സോ അത് യൂസ് ചെയ്യുക. അതിൽ നിന്ന് ഇതുപോലെ കെ സ്ക്വയർ കെയുടെ ടേംസ് ഗ്രൂപ്പ് ചെയ്യുക, കോൺസ്റ്റന്റ് വാല്യൂസും ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 10k സ്ക്വയർ പ്ലസ് 9k മൈനസ് 1 = 0. അതിൽ നിന്ന് കെയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 1/10 ആണ് കിട്ടുക. അതായത് k = 1/10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവും അല്ലെ. സോ കെയുടെ വാല്യൂ നമുക്ക് 1/10 കിട്ടി. ഈ കെയുടെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇവിടെ ഓരോന്നിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ k 1/10 ആണ്, ഇവിടെ 2/10 വരും. അങ്ങനെ ഓരോ കറസ്പോണ്ടിങ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ആ ഒരു ടേബിൾ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ എക്സ് കറസ്പോണ്ടിങ് ആയിട്ട് 1 മുതൽ 7 വരെ, അതിന് കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സിന്റെ കെയിലുള്ള വാല്യൂസിൽ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇങ്ങനെ കണ്ടുപിടിച്ച ഒരു ടേബിൾ ആണ് കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ കെയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആ ടേബിളും കൂടി മോഡിഫൈ ചെയ്തു. നെക്സ്റ്റ് നമുക്ക് പി ഓഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5 തന്നിട്ടുണ്ട്. അതിന്റെ മീനിങ് എന്താ, എക്സിന്റെ വാല്യൂ ഇറ്റ് ഷുഡ് ബി ബിറ്റ്വീൻ 0 and 5. ബിറ്റ്വീൻ 0 and 5 ആണ്, 0 ഉം 5 ഉം ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, സോ ദാറ്റ് മീൻസ് 1 2 3 4 എക്സ് ഈക്വൽ ടു ഈ 1 2 3 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമുക്ക് കറസ്പോണ്ടിങ് പ്രോബിലിറ്റീസ് നമുക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യാണ് വേണ്ടത്. സോ 1 2 3 4 എന്ന് പറയുമ്പോൾ 1 2 3 4 അതിന്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റീസിൽ ഇപ്പൊ നമ്മൾ ഓൾറെഡി കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ചില്ലേ, അതെല്ലാം ആഡ് ചെയ്യാം. സോ 1/10 പ്ലസ് 2/10 പ്ലസ് 2/10 പ്ലസ് 3/10. അപ്പൊ നമുക്ക് വാല്യൂ കിട്ടുന്നത് 4/5. ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിൽ എപ്പോഴും ആൻസേഴ്സ് നമ്മൾ നോട്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വൺ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 5 ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ 5 എന്ന് പറയുമ്പോൾ ഇവിടെ ഏതാ വരിക, 6ന്റെയും 7ന്റെയും കേസ്. അപ്പൊ ലാസ്റ്റ് രണ്ട് വാല്യൂസ് ആഡ് ചെയ്യാം. 2/100 പ്ലസ് 7/100 പ്ലസ് 1/10. ഇത് ജസ്റ്റ് LCM എടുക്കുക. അപ്പൊ ഇവിടെ രണ്ട് സൈഡിലും ഫസ്റ്റ് 2 ടേംസിൽ 100 ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് ടേമിൽ 100 വന്നെങ്കിൽ മുകളിലും താഴെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ദെൻ ആഡ് ദ ന്യൂമറേറ്റേഴ്സ്. അപ്പോൾ 2 + 7 + 10 19 ഡിവൈഡ് ബൈ 100. Next problem, a random variable x takes values 1 2 3 4 with probabilities 2p of x equal to 1 is equal to 3p of x equal to 2 is equal to p of x equal to 3 is equal to 5p of x equal to 4. So ഇവിടെ ജസ്റ്റ് ഈ കോഎഫിഷ്യൻസ് ഇല്ലേ, 2 into ഇപ്പോൾ സ്കെയിലാർ വാല്യൂസ് ഒക്കെ പോലെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കാം. ഓക്കെ, 3 നെക്സ്റ്റ് കേസിൽ 1 മാത്രമേ ഉള്ളൂ, ലാസ്റ്റ് വൺ 5 ഉണ്ട്. ഫൈൻഡ് ദ PDF or PMF ആൻഡ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഈ രണ്ട് കാര്യങ്ങളും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, ഇത് ഈക്വൽ ടു ലെറ്റ് ദിസ് ബി ഈക്വൽ ടു കെ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യാം, കറസ്പോണ്ടിങ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് 2
ഇൻറ്റു പി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ മീനിങ് എന്താ? അപ്പോൾ ഈക്വൽ ടു കെ എന്ന് കൊടുക്കാം. ശരിയല്ലേ? നമുക്കത് വാല്യൂ എന്താണെന്ന് അറിയില്ല, പക്ഷെ നമ്മളൊരു സ്കെയിലാർ വാല്യൂയിലേക്ക് അതിനെ ഇക്വേറ്റ് ചെയ്യാം. എന്നിട്ട് ഓരോ ടേംസിനും ഐ ഈക്വൽ ടു കെ കൊടുക്കാം. സോ 2 ഇൻറ്റു പി ഓഫ് എക്സ് ഈക്വൽ ടു 1 ഈക്വൽ ടു കെ കിട്ടിക്കഴിഞ്ഞാൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്താവും? ഈ 2നെ ആർ എച്ച് എസിൽ കൊണ്ടുപോകാം. സോ കെ ബൈ 2 വരും. ക്ലിയർ ആയല്ലോ? സിമിലർലി ബാക്കി വാല്യൂസ് എന്താ വരാം? പി ഓഫ് എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ ഈ 3 ഇല്ലേ, 3 എന്ന് പറയുന്നത് കെയുടെ താഴെ വരും. സോ കെ ബൈ 3. അതേപോലെ പി ഓഫ് എക്സ് ഈക്വൽ ടു 4 എന്താ വരാം? കെ ബൈ 5. പി ഓഫ് എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുന്നത് എന്താ? പ്രത്യേകിച്ച് ഒന്നുമില്ല, കെ തന്നെയാണ് അല്ലേ? പി ഓഫ് എക്സ് ഈക്വൽ ടു 3ൽ ഇപ്പൊ കെ ബൈ ഒന്നും വരാനില്ല, കെ ബൈ 1 ആണ്, ദാറ്റ് ഇസ് കെ ഇറ്റ് സെൽഫ്. സോ ഈ വാല്യൂസ് എല്ലാം കിട്ടി. ഇനി നമുക്കറിയാം സിഗ്മ എന്ന് പറയുന്നത്, സിഗ്മ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലെ? സോ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച പ്രോബിലിറ്റി അല്ലേ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്? എന്താ? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് തന്നെയല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമല്ലേ? സോ ഈ ഇപ്പൊ കിട്ടിയ ഈ പ്രോബിലിറ്റീസ് എല്ലാം ആഡ് ചെയ്യാം, എന്നിട്ട് ഈക്വൽ ടു 1 കൊടുക്കാം. സോ കെ പ്ലസ് കെ ബൈ 2 പ്ലസ് കെ ബൈ 3 പ്ലസ് കെ ബൈ 5 ഇസ് ഈക്വൽ ടു 1. ഇതിൽ നിന്ന് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അത് കെ കോമൺ ഫാക്ടർ ആണ്, ഔട്ട്സൈഡ് എടുത്തു. ഇത് LCM എടുക്കുക, ആർ എച്ച് എസിൽ 1 ഉണ്ട്. സോ അതിൽ നിന്ന് കെയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് എന്താണ്? 30/61. ഓക്കെ, ഇനി ഓരോ ടേംസും ഇനിയിപ്പോൾ നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കാമല്ലോ. കെയുടെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്തായി? 15/61. നമുക്ക് ആ റിലേഷൻ ഓൾറെഡി നേരത്തെ കിട്ടിയതാണ്. അതിൽ ജസ്റ്റ് കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്ലിയർ ആയല്ലോ? ഇനി പി ഓഫ് എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് 10/61, പി ഓഫ് എക്സ് ഈക്വൽ ടു 3 30/61, പി ഓഫ് എക്സ് ഈക്വൽ ടു 4 6/61. ഇനി നമ്മുടെ അടുത്ത് ഇതിപ്പോൾ നമ്മൾ PDF അല്ലെങ്കിൽ PMF കണ്ടുപിടിച്ചു. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. സോ ഇവിടെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ, ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ വാല്യൂ എന്തായിരിക്കും? 0 for x less than 1. അതായത് ഇവിടെ നോക്കിയറിയാം പി ഓഫ് എക്സ് ഈക്വൽ ടു 1ലാണ് നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടുന്നത്. സോ എക്സ് ലെസ് ദാൻ 1ന്റെ കേസിൽ ആ ഫംഗ്ഷന്റെ വാല്യൂ ഒന്നുമില്ല, സോ 0 ആണ്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് നമ്മൾ 1 മുതൽ 2 വരെ, അതായത് ലെസ് ദാൻ 2 ആണ്, ലെസ് ദാൻ ഒരു ഈക്വൽ ടു കേസ് എടുക്കുന്നില്ല. 1 ലെസ് ദാൻ or ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 2 ആണ്. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ നമുക്ക് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ വാല്യൂ എന്തായിരിക്കും? 15/61. ക്ലിയർ ആയല്ലോ? കാരണം എന്താ? ഇപ്പോൾ എക്സ് ഈക്വൽ ടു 2 കേസ് നമ്മൾ എടുക്കുന്നില്ല. സോ 10/61 ഇപ്പോൾ കൺസിഡർ ചെയ്യേണ്ട. 15 അതിന്റെ പ്രീവിയസ് വാല്യൂ, അതായത് 1ന്റെ കേസ് മാത്രം എടുത്താൽ മതി, ദാറ്റ് ഇസ് 15/61. അപ്പോൾ നെക്സ്റ്റ് വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലിയർ ആവും. സോ 1 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 2യുടെ കേസിൽ ഈ ഒരു 15/61 വാല്യൂ മാത്രം വരും. നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 4. അതായത് 3 വരെയുള്ള വാല്യൂ ഇൻക്ലൂഡഡ് ആണ്. സോ ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രീവിയസ് വരെയുള്ളത് നമ്മളിങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് ആഡ് ചെയ്ത് വരണം അല്ലെ? സോ ഇവിടെ 15/61, പിന്നെ എക്സ് ഈക്വൽ ടു 2ന്റെ 10/61, ദെൻ എക്സ് ഈക്വൽ ടു 3യുടെ 30/61. ഇപ്പോൾ എല്ലാം ഡിനോമിനേറ്റർ സെയിം ആണ്, ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്തത് എന്താ കിട്ടുക? 15 + 10 25, 25 + 30 എത്ര? 55 അല്ലെ? സോ 55/61 അതാണ് നമുക്ക് 3 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 4. സോ അതുവരെയുള്ളത് മൂന്നും എന്ത് ചെയ്തു? നമ്മൾ ആഡ് ചെയ്തു. ക്ലിയർ ആയല്ലോ? ഇനി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4ന്റെ കേസ് എന്താ വരാന്ന് ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതായത് എക്സ് ഈക്വൽ ടു 4 6/61 ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം, എല്ലാ വാല്യൂസും ആഡ് ചെയ്യാം. നമുക്ക് എന്തായാലും 1 ആണ് കിട്ടുക. അതായത് സോറി +1 അല്ല, ഈക്വൽ ടു 1 ആണ് നമുക്ക് വാല്യൂ കിട്ടുക. ചെയ്ത് നോക്കിയാൽ അറിയാം. ഇപ്പൊ നമുക്ക് ഈ 55/61 കിട്ടിയില്ലേ? അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വാല്യൂ എന്താ? 6/61 ആണ്. സോ 55 + 6/61, അതായത് 61/61, ദാറ്റ് ഇസ് 1. അപ്പൊ നമുക്കറിയാം ഓൾറെഡി ഇപ്പൊ സമ്മേഷൻ ലാസ്റ്റ് ഈ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വാല്യൂ കിട്ടുക? 1 തന്നെയാണ് കിട്ടിയത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് മീൻ ഓർ എക്സ്പെക്ടേഷൻ. ഇനി നമുക്ക് നമ്മൾ മീൻ എക്സ്പെക്ടേഷൻ എങ്ങനെ കണ്ടുപിടിക്കേണ്ട ഫോർമുല എല്ലാം പറഞ്ഞു. അതിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ഇഫ് എക്സ് ഇസ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ, ഇറ്റ്സ് PMF f of x, its expected value of a, then E of a will be a, and expected value of E of ax will be a into E of x. ഒന്നുമില്ല, നേരത്തെ പറഞ്ഞ പോലെ എക്സ് എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. അതിന്റെ കറസ്പോണ്ടിങ് PMF ആണ് f of x, സ്മോൾ h. ഓക്കെ, അതിന്റെ എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് മീൻ വാല്യൂ നമ്മൾ a ആയിട്ട് കൺസിഡർ ചെയ്യാം. അതായത് E of a. ഓക്കെ, എക്സ്പെക്ടേഷൻ ഓഫ് a എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? a തന്നെയായിരിക്കും. അത് നോട്ട് ചെയ്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലംസിൽ യൂസ് വരും. അപ്പോൾ E of a എന്ന് പറയുന്നത് എന്തായിരിക്കും? a തന്നെയായിരിക്കും. ഇനി എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് E of ax എന്തായിരിക്കും? അതായത് a നെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, സോറി എക്സിനെ a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു.
സോ എ ഇൻറ്റു ഇ ഓഫ് എക്സ് ആണ് വരിക. അത് നോട്ട് ചെയ്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. That is E of A will be just our A itself, our scalar value itself. പക്ഷെ E of AX ആണെങ്കിലോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഒരു സ്കേലാർ വാല്യൂ എന്നുള്ളത് പുറത്തെടുത്തിട്ട് ബാക്കി E of X കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം. Let x be a random variable with probability as follows. X ന്റെ വാല്യൂസ് ആണ് -3, 6, 9. അതിന്റെ കറസ്പോണ്ടിങ് f of x ആണ് 1/6, 1/2, 1/3. നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് E of, അതായത് ഫൈൻഡ് എക്സ്പെക്ടേഷൻ ഓഫ് 2x plus 1 whole square. ക്ലിയർ ആയല്ലോ? സോ നമുക്ക് എന്തായാലും ആ ഇൻസൈഡ് ആയിട്ടുള്ള ആൾജിബ്രിക് എക്സ്പ്രഷൻ നമുക്ക് ഇലാബറേറ്റ് ചെയ്യണം, എന്നിട്ട് വേണം കണ്ടുപിടിക്കാൻ. സോ E of 2x plus 1 whole square എങ്ങനെ എഴുതാം? ഈ a plus b whole square ഫോമിൽ ചെയ്യാം. അപ്പോൾ 2xന്റെ ഹോൾ സ്ക്വയർ 4x സ്ക്വയർ ആണ്, പ്ലസ് 2ab പറയുമ്പോൾ 4x പ്ലസ് b സ്ക്വയർ പറഞ്ഞാൽ 1. ഇനി ഓരോന്നും സ്പ്ലിറ്റ് ചെയ്യുക. E of, ഇപ്പോൾ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്ന പോലെ E of ഓരോ ടേംസ് എന്നിട്ട് ആഡ് ചെയ്യുക. സോ E of 4x സ്ക്വയർ പ്ലസ് E of 4x പ്ലസ് E of 1. നേരത്തെ പറഞ്ഞ പോലെ E of a എന്താ? a തന്നെയാണ്, സോ 1 തന്നെ കിട്ടി. നെക്സ്റ്റ് വൺ E of, ഇതേപോലെ ax എന്ന് പറയുന്നത് എന്താ? a ഇൻറ്റു E of x ആണ്. സോ ഇവിടെ E of 4x സ്ക്വയർ എന്ന് വരിക, ഈ 4 ഔട്ട് സൈഡ് എടുക്കുക, എന്നിട്ട് E of x-ന് പകരം x സ്ക്വയർ ആയതുകൊണ്ട് ഇവിടെ E of x സ്ക്വയർ തന്നെ എഴുതി. നെക്സ്റ്റ് വൺ അതേപോലെ E of 4x എന്താ വരിക? 4 ഇൻറ്റു E of x. ക്ലിയർ ആയല്ലോ? ഇനി നമുക്കറിയാം E of x എന്ന് പറഞ്ഞാൽ എന്താ? സിഗ്മ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. നമ്മൾ ഓൾറെഡി ഫോർമുല ഡിസ്കസ് ചെയ്തു. സിഗ്മ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ് E of x. ഇനി E of x സ്ക്വയർ അപ്പോൾ എന്തായിരിക്കും? സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ആയിരിക്കും. കാരണം E of x സിഗ്മ എക്സ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ആ എക്സിന് പകരം എക്സ് സ്ക്വയർ വന്നാൽ എന്താവും? എക്സ് സ്ക്വയർ ടേം ഇൻക്ലൂഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. സിഗ്മ എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നുകൂടി എഴുതുക. അതായത് E of 2x plus 1 whole square is equal to, നമ്മൾ നേരത്തെ കിട്ടിയ എക്സ്പ്രഷൻ അതൊന്നും കൂടി എഴുതാം. ഇനി ഈ എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ്, ഇപ്പോൾ നേരത്തെ ആ ടേബിൾ ഞാൻ ഇവിടെ വീണ്ടും മെൻഷൻ ചെയ്തിട്ടില്ല, ആ ടേബിൾ നോട്ട് ചെയ്യുക. അതിലിപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് എക്സിന്റെ വാല്യൂസ് ഇപ്പോൾ -3, 6, 9 ഇതാണ് എക്സിന്റെ കറസ്പോണ്ടിങ് വാല്യൂസ്. ഓക്കെ, ഇനി എഫ് ഓഫ് എക്സിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 1/6, 1/2, 1/3, 1/6, 1/2, 1/3. ഓക്കെ, സോ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താവും? അപ്പോൾ ഓരോ ടേംസിന്റെ സ്ക്വയർ ചെയ്യേണ്ടി വരും. ക്ലിയർ ആയല്ലോ? അതാണ് ഇവിടെ -3 ഹോൾ സ്ക്വയർ ഇൻറ്റു കറസ്പോണ്ടിങ് -3ക്ക് കറസ്പോണ്ടിങ് 1/6 അല്ലേ, സോ 1/6 പ്ലസ് 6 സ്ക്വയർ ഇൻറ്റു 1/2 പ്ലസ് 9 സ്ക്വയർ ഇൻറ്റു 1/3 പ്ലസ് നെക്സ്റ്റ് 4 ഇൻറ്റു ലാസ്റ്റ് 4 നമുക്ക് ലാസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. അഗെയിൻ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ് വരിക ഇവിടെ സെക്കൻഡ് ടേം അല്ലേ, കാരണം 4 സിഗ്മ എക്സ് എഫ് ഓഫ് എക്സ് അല്ല സെക്കൻഡ് ടേം. സോ കറസ്പോണ്ടിങ് എക്സ് എഫ് ഓഫ് എക്സ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം. പ്ലസ് ആ ലാസ്റ്റ് 1 നമ്മൾ അങ്ങനെ തന്നെ എഴുതി. ക്ലിയർ ആയല്ലോ? ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ വാല്യൂ കിട്ടുന്നത് 209 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ് എക്സ് ബി എ നമ്പർ ഓൺ എ ഡൈ വെൻ ത്രോൺ, ഫൈൻഡ് മീൻ ആൻഡ് വേരിയൻസ്. നമ്മളൊരു ഡൈ ത്രോ ചെയ്യാണ്, അത് എക്സ് നമുക്ക് ഒരു നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ എറിയുന്ന ആ ഡൈയിൽ നമുക്ക് ആ ഒരു നമ്പർ എക്സ് കൺസിഡർ ചെയ്യാം. ഫൈൻഡ് മീൻ ആൻഡ് വേരിയൻസ്. സോ ദാറ്റ് മീൻസ് ഈ ഒരു എക്സ്പെരിമെന്റിൽ എക്സ് എന്ന് പറയുന്നത് റാൻഡം വേരിയബിൾ ആണ്. നമുക്ക് മീൻ ആൻഡ് വേരിയൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എല്ലാം പോസിബിൾ ഔട്ട്കംസ് നോക്കാം. ഒരു ഡൈയുടെ കേസിൽ ഏതൊക്കെയാണ് പോസിബിൾ ഔട്ട്കംസ് വരിക? എക്സിന്റെ കറസ്പോണ്ടിങ് വാല്യൂസ് എന്താ വരിക? 1, 2, 3, 4, 5, 6 ഫേസസ് അല്ലേ? ഓക്കെ, ഇനി അതിന്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് നമ്മൾ തന്നെ നോട്ട് ചെയ്യണം. കാരണം എന്താ? ഇപ്പോൾ 6 ഫേസസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ, അപ്പോൾ ഓരോ ഫേസും ഒക്കർ ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്തായിരിക്കും? ഈക്വൽ പ്രോബിലിറ്റി ആയിരിക്കും അല്ലേ. ഇപ്പോൾ 1 ഒക്കർ ചെയ്യാനുള്ള ചാൻസ് എന്തായിരിക്കും? 1 ഡിവൈഡ് ബൈ ടോട്ടൽ എത്രയാണ്? 6. ക്ലിയർ ആയല്ലോ? ടോട്ടൽ എത്ര ഫേസസ് ഉണ്ട്? 6 ഉണ്ട്. 1 ഒക്കർ ചെയ്യാൻ എത്രയാണ് പ്രോബിലിറ്റി വരുന്നത്? അതായത് ആദ്യം നമ്മൾ ബേസിക്കലി പ്രോബിലിറ്റി പറയില്ലേ, അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 6. അതുപോലെ 2 ഒക്കർ ചെയ്യാൻ എങ്ങനെയായിരിക്കും? ഇതേപോലെ 2 എന്ന് പറയുന്നത് 1സേ ഉള്ളൂ, സോ 1 ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര ഫേസസ്? 6. അതേപോലെ തന്നെ ബാക്കിയെല്ലാം ഈ ഈക്വൽ പ്രോബിലിറ്റി തന്നെയാണ് വരിക. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ ഈ ഒരു ടേബിളിൽ തന്നെ ഞാൻ ഇവിടെ എക്സ് എഫ് ഓഫ് എക്സും എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സും ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളൂ. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നിട്ടുണ്ടാവും, നിങ്ങൾ ഇനി നോട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ എക്സ് എഫ് ഓഫ് എക്സും എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സും ഇതുപോലെ ടേബിളായിട്ട് ചെയ്താൽ കുറച്ചും കൂടി ഈസിയർ ആയിട്ട് നമുക്ക് ചെയ്യാം പ്രോബ്ലംസ്. ഓക്കെ, സോ സിഗ്മ എക്സ് എഫ് ഓഫ് എക്സ് ആണ് നമുക്ക് മെയിൻ വാല്യൂ, അതായത് ഇ ഓഫ് എക്സ്. അപ്പോൾ അത് ഇവിടെ ടേബിളിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 21/6 കിട്ടും. ക്ലിയർ ആയല്ലോ? ദാറ്റ് ഇസ് 3.5. 21/6 എന്ന് എഴുതിയാലും മതി, വാല്യൂ കറക്റ്റ് ആണ്. നെക്സ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത് വി ഓഫ് എക്സ് എന്താ? ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. അപ്പോൾ ഇ ഓഫ് എക്സ് സ്ക്വയർ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സിഗ്മ എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് ആണ്.
അപ്പോൾ ഇതിന്റെ സമ്മേഷൻ എന്ന് പറയുന്നത് 91/6 ആണ്. സോ 91/6 കിട്ടി. ഇനി അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇ ഓഫ് എക്സ് സ്ക്വയറിൽ. അപ്പോൾ 91/6 മൈനസ് ഇ ഓഫ് എക്സ് 21/6 ആണ്. അപ്പോൾ അത് ഹോൾ സ്ക്വയർ. സോ ഇത് നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എന്താ? 2.9 ആണ്. Next, one more question. Find alpha and beta if y is equal to alpha x plus beta has mean 4 and variance 16, where x is a random variable with mean and variance, mean 8 ഉം variance 4. Clear ആയല്ലോ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, അതായത് find alpha and beta if y is equal to alpha x plus beta. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ y ഉം x ഉം തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആദ്യം തന്നിട്ടുണ്ട്. y is equal to alpha x plus beta ആണ്. നമുക്ക് ആൽഫയും ബീറ്റയും കാണാം. ഇനി ഇറ്റ് ഹാസ് മീൻ 4 ആൻഡ് വേരിയൻസ് 16. അതായത് ശരിക്കും പറഞ്ഞാൽ y റിലേറ്റഡ് ആണ് ഇത് പറയുന്നത് കേട്ടോ. മീൻ 4 ഉം വേരിയൻസ് 16 ഉം. ഇനി എക്സിന്റെ സെപ്പറേറ്റ് എടുത്ത് പറയുന്നുണ്ട്. എക്സ് ഒരു റാൻഡം വേരിയബിൾ ആണ്, ഹാവിംഗ് മീൻ 8 ഉം വേരിയൻസ് എന്ന് പറയുന്നത് 4 ഉം. ക്ലിയർ ആയല്ലോ? ഇതാണ് ക്വസ്റ്റ്യൻ. സോ ആദ്യം തന്നെ ഇ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? നമുക്കറിയാം സിഗ്മ എക്സിന്റെ എഫ് ഓഫ് എക്സ് ആണ്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ 8 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഇ ഓഫ് എക്സ് 8 ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ വേരിയൻസ് 4 ആണ് തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് വി ഓഫ് എക്സ് 4 ആണ് തന്നിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? ഇനി ഇ ഓഫ് വൈ നമുക്കറിയാം സിഗ്മ വൈൻ്റെ എഫ് ഓഫ് വൈ ആണ്. ജസ്റ്റ് എക്സിന് പകരം വൈ എഴുതുക. അതും തന്നിട്ടുണ്ട്. മെയിൻ 4 ഉം പിന്നെ വേരിയൻസ് 16 ആണ്. അപ്പോൾ വി ഓഫ് വൈ എന്താ? 16 ആണ്. അപ്പോൾ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ എല്ലാം എഴുതി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഫൈൻഡ് ആൽഫ ആൻഡ് ബീറ്റ ആണ് തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് ഇ ഓഫ് ആൽഫ എക്സ് പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ എഴുതി നോക്കാം. ഇ ഓഫ് ആൽഫ എക്സ് പ്ലസ് ബീറ്റ എന്തായിരിക്കും? ജസ്റ്റ് ഇനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇ ഓഫ് ആൽഫ എക്സ് പ്ലസ് ഇ ഓഫ് ബീറ്റ. ഇനി ഈ ഇ ഓഫ് ബീറ്റ എന്ന് പറയുന്നത് എന്താ? നമുക്കറിയാം ബീറ്റ തന്നെയാണ് അല്ലേ? ഇ ഓഫ് എ അല്ലേ? സോ ഇ ഓഫ് ബീറ്റ ബീറ്റ ആണ്. ഇനി ഇ ഓഫ് ആൽഫ എക്സ് എന്താ? ആൽഫ ഇൻറ്റു ഇ ഓഫ് എക്സ് ആണ്. സോ അതും കിട്ടി. ഇനി ഇ ഓഫ് എക്സിന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം 8 ആണ്. സോ ആ 8 എന്ന് പറയുന്നത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 8 ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സ്പ്രഷൻ അതൊരു ഇക്വേഷൻ ആയിട്ട് നോട്ട് ചെയ്യാം. സോ നമുക്കിവിടെ 4 ഈ 4 എങ്ങനെ കിട്ടിയത്? ഇ ഓഫ് ആൽഫ എക്സ് പ്ലസ് ബീറ്റ. അതായത് അത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇ ഓഫ് വൈ ആണ് അല്ലേ? ഈ ആൽഫ എക്സ് പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് വൈ അല്ലേ? ഇ ഓഫ് വൈ എന്താ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? 4 ആണ്. അതുകൊണ്ടാണ് ഇവിടെ 4 എഴുതിയിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? സോ 4 is equal to 8 ആൽഫ പ്ലസ് ബീറ്റ. അതൊരു ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് വി ഓഫ് വൈ എന്ന് പറയുന്നത് എന്താ? വി ഓഫ് ആൽഫ എക്സ് പ്ലസ് ബീറ്റ ആണ്. അപ്പൊ സാധാരണ നമ്മൾ ആൽഫ സ്ക്വയർ ഇൻറ്റു വി ഓഫ് എക്സ് ആണ് റിലേഷൻ വരിക അല്ലെ? അതായത് വി ഓഫ് വൈ എന്ന് പറയുന്നത് ആൽഫ ആണല്ലോ സ്കെയിലാർ വരുന്നത്. കാരണം y is equal to ആൽഫ എക്സ് പ്ലസ് ബീറ്റ ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ബീറ്റ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ആൽഫ ഇൻറ്റു എക്സ് ആ റിലേഷൻ ആണ് കൺസിഡർ ചെയ്യാം. സോ ഇവിടെ സ്കെയിലാർ വാല്യൂ ഉള്ള ആൽഫ ആണുള്ളത്. സോ അതുകൊണ്ടാണ് ആൽഫ സ്ക്വയർ ഇൻറ്റു അടുത്തത് വി ഓഫ് എക്സ് എന്ന് കൺസിഡർ ചെയ്യാൻ കാരണം. ക്ലിയർ ആയല്ലോ? സോ വി ഓഫ് വൈ എന്താണ്? ആൽഫ സ്ക്വയർ ഇൻറ്റു വി ഓഫ് എക്സ് ആണ്. വി ഓഫ് വൈ 16 ആണെന്ന് അറിയാം. വി ഓഫ് എക്സ് 4 ആണെന്ന് അറിയാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ആൽഫ സ്ക്വയർ ഇക്വൽ ടു ഈ 4 ഉം 16 ഉം ക്യാൻസൽ ചെയ്ത് അവിടെ 4 വരും. ആൽഫ സ്ക്വയർ 4 കിട്ടും. ദാറ്റ് ഈസ് ആൽഫ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് നമുക്ക് 2 കിട്ടും. കാരണം √4 എടുക്കുമ്പോൾ നമ്മൾ പ്ലസ് ഓർ മൈനസ് വാല്യൂ കൺസിഡർ ചെയ്യണം. സോ പ്ലസ് ഓർ മൈനസ് 2 ആണ് വരിക. അപ്പോൾ ആൽഫ ഇസ് ഈക്വൽ ടു +2 ഒരു കേസ് കൺസിഡർ ചെയ്യാം, -2 അടുത്ത കേസ് കൺസിഡർ ചെയ്യാം. +2 കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് കിട്ടിയത് ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യുക. ദാറ്റ് ഇസ് 4 is equal to 8 alpha plus beta. ഇപ്പോൾ ഫസ്റ്റ് കേസിൽ ആൽഫ is equal to +2 കൊടുക്കുക. സോ is equal to 8 into 2 16, 16 plus beta. അതാണ് 4. അപ്പോൾ ബീറ്റയുടെ വാല്യൂ എന്താ കിട്ടുക? 4 minus 16, that is -12. ക്ലിയർ ആയല്ലോ? അടുത്ത കേസിൽ ഇതേപോലെ ആൽഫ is equal to -2 കൊടുക്കുക. സോ 4 is equal to 8 into -2 plus beta. That is -16 plus beta. So ബീറ്റയുടെ വാല്യൂ എന്താ? 4 plus 16, that is 20 ആണ് കിട്ടുക. സോ നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടി, -12 ഉം 20. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഈ വാല്യൂസ് കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.